വളരെ നല്ല പെർഫോമൻസും ബാക്കപ്പും ഒക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി നെക്ക് ബാൻഡ് കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് റോബോടെക് എന്ന ബ്രാൻഡിന്റെ വായു എന്ന മോഡലിലുള്ള ഒരു നെക്ക് ബാൻഡാണ്. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നും ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ബോക്സ് അഴിക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ ഒരു നെക്ക് ബാൻഡും അതിന്റെ കൂടെ ഒരു ചാർജിങ് കേബിളും മാത്രമാണ്. ഇതിന്റെ ചാർജിങ് കേബിൾ ആയിട്ട് കമ്പനി നൽകിയിരിക്കുന്നത് മൈക്രോ USB കേബിളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് റോബോടെക്കിന്റെ വായു എന്ന മോഡൽ നെയിമിലുള്ള നെക്ക് ബാൻഡ്. വളരെ ഫ്ലെക്സിബിളും മനോഹരവുമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. ഇത് നമുക്ക് കഴുത്തിലിട്ട് നടക്കുന്നതിനും കൊണ്ട് നടക്കുന്നതിനുമൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഡിസൈനാണ് ഇതിനുള്ളത്. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള പാനലിലാണ് ഇതിന്റെ കൺട്രോൾ കീകളും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടുമെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ 3 കീകളാണുള്ളത്. അതുപോലെ ഒരു മൈക്രോ USB പോർട്ടുമുണ്ട്. അതിലാണ് നമ്മൾ ചാർജിങ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ എല്ലാ നെക്ക് ബാൻഡിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇത് വയറുകൾ കെട്ടുപിണയാതിരിക്കാൻ വേണ്ടി ഇതിൽ മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്ന സമയത്ത് ഇത് വയറുകൾ കെട്ടിപ്പിണഞ്ഞ് നമുക്ക് അത് ഒരു അസൗകര്യമായി മാറുകയില്ല. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇതിൻ്റെ ഹെഡ്ഫോണിൻ്റെ 2 വയറുകളും ഇതുപോലെ ഈ 2 സ്ലൈഡുകളും ഇതുപോലെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പട്ടയുടെ അകത്തേക്ക് ഒതുങ്ങി നിൽക്കും. അപ്പോൾ നമുക്കിത് ആവശ്യാനുസരണം ഇതിൻ്റെ വലിപ്പം കൂട്ടുന്നതിനും കുറക്കുന്നതിനുമൊക്കെ ഈ ഒരു സ്ലൈഡറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ ഒതുക്കി വെച്ച് ഇങ്ങനെ മടക്കി ഒക്കെ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്നതിനൊക്കെ വളരെ സൗകര്യപ്രദമായിരിക്കും. വയറുകൾ ഈ ഒരു മാഗ്നറ്റൊക്കെ ഉള്ളത് കൊണ്ട് കെട്ടിപ്പിണയാനും യാതൊരു സാധ്യതയുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുത്തിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന മൈക്രോ USB കേബിൾ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. USB പോർട്ടുള്ള ഏതൊരു ചാർജറിലും നമുക്ക് ഈ ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നെക്ക് ബാൻഡ് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിലേക്ക് ചാർജിങ് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിലേക്ക് ചാർജ് കയറുന്നതിൻ്റെ സൂചനയായിട്ട് ഇവിടെ ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർജിങ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫോണിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പവർ ബട്ടൺ ഇതുപോലെ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ബാൻഡ് ഓണാവും. ഓണായതിൻ്റെ സിഗ്നലായിട്ട് അവിടെ റെഡ് ബ്ലൂ ഇൻഡിക്കേറ്ററുകൾ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ പേര് നമുക്കതിൽ കാണാവുന്നതാണ്. അതുമായിട്ട് സാധാരണ എല്ലാ ബ്ലൂടൂത്ത് ഉപകരണങ്ങളും പെയർ ചെയ്യുന്നത് പോലെ തന്നെ പെയർ ചെയ്താൽ മതി. അത് കണക്റ്റ് ആവുന്നതോടുകൂടി അവിടെ കണക്റ്റഡ് എന്നും ഇത് ബാറ്ററി എത്ര ശതമാനം അതിൽ ചാർജ് ഉണ്ടെന്നും ആക്റ്റീവ് ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ കാണിക്കുന്നു. നമുക്ക് സിനിമയും മ്യൂസിക്കും ഒക്കെ നല്ല കിടിലൻ സൗണ്ട് എഫക്റ്റിൽ ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഉള്ളത്. ഇത് ഞാൻ വർക്ക് ചെയ്യിച്ചു നോക്കിയിട്ട് നല്ല പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾക്കും സിനിമ കാണുന്നതിനും അതുപോലെ സ്ഥിരമായിട്ട് കോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും വിളിക്കുന്നതിനുമൊക്കെ വളരെ സൗകര്യപ്രദമായ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കുന്നത്. വളരെ നല്ല ക്ലാരിറ്റി സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഈ ഒരു ഉപകരണത്തിന്റെ ബാക്കപ്പ് ഇനി എത്രയാണെന്ന് നമുക്ക് നോക്കാം. 20 hours ആണ് ഇതിന് പ്ലേ ബാക്ക് ടൈം ഇവർ അവകാശപ്പെടുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 18 മുതൽ 20 മണിക്കൂർ വരെ മ്യൂസിക് പ്ലേ ബാക്ക് ടൈം അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ 22 മണിക്കൂർ ടോക്ക് ടൈം, അതായത് നമ്മൾ ഫോൺ ചെയ്യാൻ ഫുള്ളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 22 മണിക്കൂർ വരെ കണ്ടിന്യൂ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ 480 hour സ്റ്റാൻഡ് ബൈ ടൈം പറയുന്നത്. അതായത് ഏകദേശം 20 ദിവസത്തോളം നമുക്ക് ഇത് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 210 mAh ആണ്. അതുപോലെ ഇതിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്ന വില കണ്ടിട്ട് നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ്രോയിഡിലും iOSലും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഉപകരണത്തിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയിരിക്കുന്നത് 1999 രൂപയാണ്. എന്നാൽ ഇതിൻ്റെ പകുതിയിൽ താഴെ വിലക്ക് ഇത് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്.
ഇതുപോലെ നിരവധി ബ്രാൻഡുകളുടെ വില കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള നെക്ക് ബാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. എന്നാൽ എല്ലാ സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതുപോലത്തെ നെക്ക് ബാൻഡുകളും ബ്ലൂടൂത്ത് സ്പീക്കറുകളും ഒക്കെ നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്